Okay, now we are looking y parameters in terms of other parameters. First y parameter, we need to find y11, y12, y21, y22. Y parameters in terms of z parameters, y parameters in terms of z parameters. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. We know that y parameter general equation v1 is equal to z parameters in the general equation v1 is equal to z11 i1 plus z12 i2 അല്ലേ. Similarly v2 is equal to z21 i1 plus z22 i2, equation 1 and equation 2. നമ്മൾ നേരത്തെ എഴുതിയ മാതിരി തന്നെ ഇത് v1 v2 is equal to z11 z12 z21 z22 into i2. Apply Cramer's rule and find i1 and i2. അപ്പോൾ ഫസ്റ്റ് നമുക്ക് i1 is equal to ഈ z11 ഈ മോളിലത്തെ i1 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഫസ്റ്റ് കോളം എലിമിനേറ്റ് ചെയ്ത് അവിടെ v1 v2 എഴുതുക, v1 v2. സെക്കൻഡ് കോളം അതുമാതിരി തന്നെ എഴുതുക, z12 z22 ഡിവൈഡഡ് ബൈ ഈ z മെട്രിക്സ് എങ്ങനെയാണോ അത് തന്നെ എഴുതുക, z11 z12 z22 21 z22. ഡിറ്റർമിനൻ്റ് കാണാം. അപ്പോൾ നമുക്ക് i1 is equal to ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെൽറ്റ സെഡ് എന്ന് പറയും, ഇതിന് ഡെൽറ്റ സെഡ്. ഓക്കെ, മോഡിലത്തെ ടൈം v1 ഇൻറ്റു അല്ലെങ്കിൽ z22 മൈനസ് z12 ഇൻറ്റു v2. അപ്പോൾ നമുക്കിതിനെ എഴുതുമ്പോൾ i1 is equal to z22 by delta z into v1 first time minus z12 divided by delta z into v2. നമുക്ക് ജനറൽ എക്സ്പ്രഷൻ ഫോർ y പാരാമീറ്റേഴ്സ് അറിയാം. i1 is equal to എന്താണ് y11 v1 പ്ലസ് y12 v2. ഇത് കമ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ദിസ് ടൈം ഈസ് y11 ആൻഡ് ദിസ് ടൈം ഈസ് y12. ഓക്കെ, അവിടെ നോട്ട് ചെയ്ത് വയ്ക്കുക. രണ്ട് ഇക്വേഷൻ കൂടി കമ്പയർ ചെയ്യുമ്പോൾ y11 is equal to z22 by delta z, y12 is equal to minus z12 by delta z. Similarly, using Cramer's rule, find v2 using Cramer's rule. v2 is equal to again same determinant തന്നെ, പക്ഷേ z11 z21 അവിടെ കിടക്കും. രണ്ടാമത്തെ ആളായതുകൊണ്ട് i2 is equal to ആണ് നമ്മൾ എഴുതുന്നത്. i2 is equal to രണ്ടാമത്തെ ടൈമാണ്, നമുക്ക് അത് മാറ്റി ഇവിടെ v1 v2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെറ്റ്. അപ്പോൾ നമുക്ക് ക്രോസ് ഡിറ്റർമിനൻ്റ് കാണാം, ഇത് ഇൻറ്റു ഇത് മൈനസ് ദിസ് ടു ടൈംസ്. അപ്പോൾ z11 ബൈ ഡെൽറ്റ സെറ്റ് ഇൻറ്റു v2 മൈനസ് z21 ബൈ ഡെൽറ്റ സെറ്റ് ഇൻറ്റു v1. ഒന്നും കൂടി അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ v1ൻ്റെ ടൈം ആദ്യം മൈനസ് z21 ബൈ ഡെൽറ്റ സെറ്റ് v1 പ്ലസ് z11 ബൈ ഡെൽറ്റ സെറ്റ് v2. ആൻഡ് ജനറൽ എക്സ്പ്രഷൻ ഫോർ i2 in terms of y parameters y21 v1 plus y22 v2. Compare y21 is equal to minus this time y22 is equal to again this. Note here എത്രയാണ് z21 is equal to y21 is equal to y21 is equal to minus z21 by delta z, y22 is equal to z11 by delta z. Similarly, y11 നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് z22 by delta z, y12 is equal to minus z12 by delta z. These are the y parameters in terms of z, y parameter in terms of z parameter. Okay. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ 9 പേജ് നമ്പർ 9.31 അതിൽ ഹെഡിങ് 9.6 വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ പേജ് നമ്പർ മറക്കണ്ട 9.32 അതിലുണ്ട്. നെക്സ്റ്റ് വി ലുക്ക് ഇൻ
y parameters in terms of ABCD. ABCD പാരാമീറ്ററിൻ്റെ ടേംസിൽ y parameters എങ്ങനെ എഴുതുന്നു നമുക്ക് നോക്കാം. ഓക്കെ, y parameters in terms of ABCD parameters. അപ്പോൾ നമുക്ക് ABCD പാരാമീറ്റേഴ്സിൻ്റെ എക്സ്പ്രഷൻ അറിയാം. V1 is equal to AV2 minus BI2. ഇക്വേഷൻ 1 ആണ്. V1 കഴിഞ്ഞാൽ I1 is equal to CV2 minus DI2. ഇക്വേഷൻ നമ്പർ 2. നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ, ഫ്രോം ഫസ്റ്റ് ഇക്വേഷൻ we can write BI2 is equal to നമുക്ക് മൈനസ് V1 പ്ലസ് AV2 എന്നറിയാം, ഓർ I2, ഇതൊന്ന് I2 is equal to മൈനസ് 1/B V1 പ്ലസ് A/B V2. ബട്ട് നമ്മുടെ y പാരാമീറ്റർ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുക. I2 is equal to y21 V1 plus y22 V2 അല്ലേ. Now we have I2 in terms of V1 and V2. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ y21 is equal to minus 1/B, y22 is equal to A/B. അപ്പോൾ അത് രണ്ടും അവിടെ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് രണ്ട് എക്സ്പ്രഷൻ കിട്ടി. എങ്ങനെയാണ്? y21 is equal to minus 1/B, y22 is equal to A/B. രണ്ടുപേരായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റത്തെ ഇക്വേഷൻ നമുക്ക് ദിസ് വൺ I2ൻ്റെ ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ 2 എന്ന് എഴുതാം. ഇക്വേഷൻ 3 കൊണ്ടുപോയി ഇക്വേഷൻ 2വിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പുട്ട് ഇക്വേഷൻ നമ്പർ 3 ഇൻ ഇക്വേഷൻ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ 2വിനകത്ത് I2ൻ്റെ എക്സ്പ്രഷൻ കൊടുക്കുക. അപ്പോൾ I1 is equal to CV2 minus D into I2 is equal to 1/B V1 plus A/B V2. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ I1 is equal to CV2 minus പ്ലസ് D/B V1 പ്ലസ് മൈനസും ഇതും കൂടി മൈനസ് D ഇൻറ്റു A ആവുമ്പോൾ മൈനസ് A ഇൻറ്റു D/B ഇൻറ്റു V2. ഓക്കെ, ഇനി I1 is equal to again D/B V1, then C minus AD/B into V2. ഒന്നുകൂടെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ I1 is equal to DB/V1 minus of BC minus AD/B into V2. ഇതിനെ പ്ലസ് ആക്കണമെങ്കിൽ D/B V1 പ്ലസ് നേരെ തിരിച്ചിടുക AD minus BC divided by B into V2. I1 equal to. Then compare it with standard expression of y parameters. Y parameters, first equation I1 is equal to y11 V1 plus y12 V2. Comparing y11 is equal to D/B and y12 is equal to this time. y11 is equal to D/B, y12 equal to minus AD/BC. ഇവിടെ നമുക്ക് ചെറിയൊരു ഇത് വന്നിട്ട് നമ്മൾ സൈൻ എടുത്തപ്പോൾ ഇവിടെ പ്ലസ് ആണ് വരിക, പ്ലസ് BC മൈനസ് AD ആണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് AD വരും. അപ്പോൾ മൈനസ് AD മൈനസ് BC. അപ്പോൾ നമുക്ക് ABCD ഡിറ്റർമിനൻ്റ് ഓഫ് ഡെൽറ്റ T ആണ് ഇത്. ഡെൽറ്റ T is equal to AD മൈനസ് BC. അപ്പോൾ മൈനസ് ഡെൽറ്റ T എന്ന് എഴുതാം, മൈനസ് ഡെൽറ്റ T/B. y21 നമ്മൾ എഴുതിയിട്ടുണ്ട് മൈനസ് 1/B. y22 is equal to
എ ബൈ ബി. ഇത്രയും ടേംസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത് വൈ പാരാമീറ്റർ ഇൻ ടേംസ് ഓഫ് എ ബി സി ഡി. നെക്സ്റ്റ് നമുക്ക് വൈ പാരാമീറ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് നോക്കാം. വൈ പാരാമീറ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ്. y in terms of hybrid parameters. Y parameters in terms of hybrid parameters. Third one. അപ്പോൾ നമുക്ക് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് v1 is equal to h11 i1 plus h12 v2. Similarly i2 is equal to h11 i1 plus h22 h22 v2. Okay. നമുക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ ടൈം ചെയ്തു. ഫസ്റ്റ് ഇക്വേഷൻ, ഫ്രം ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും എന്താണ്, v2 ഈക്വൽ i1 ഈക്വൽ ടു h11 i1 ഈക്വൽ ടു v1 മൈനസ് h12 v2, or i1 is equal to h100 1 by h11 v1 മൈനസ് h12 by h11 v2. അപ്പോൾ ജനറൽ y പാരാമീറ്റർ ഇക്വേഷൻ, general y parameters equation i1 is equal to y11 v1 plus y12 v2. രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ y11 is equal to 1 by h11, y12 is equal to minus h12 by h11 നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എഴുതി y11 is equal to 1 by h11, y12 is equal to minus h12 by h11. രണ്ടാളെ കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. കൺസിഡർ ഇക്വേഷൻ 2 ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ i1. ഈ 3 രണ്ടാമത്തേൽ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുക. അപ്പോൾ i2 is equal to h21 into i1. അപ്പോൾ i1 we have 1 by h11 v1 minus h12 by h11 v2 പ്ലസ് h22 v2. ഇതാണ് i2ൻ്റെ എക്സ്പ്രഷൻ. ഈ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ h21 by h11 v1 മൈനസ് h21 into h12 ഡിവൈഡഡ് ബൈ h11 v2 പ്ലസ് h22 v2. ഇതിനെ വീണ്ടും v1ൻ്റെ ടൈം അവിടെ തന്നെ നിർത്തി h21 by h11 v1 okay plus h22 into h11 minus h21 into h22 divided by h11 into v2. ഇത് നമ്മുടെ h മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ്. അപ്പോൾ ഇത് ഈ ടൈമിനെ ഡെൽറ്റ h എന്ന് വിളിക്കും. അപ്പോൾ now we have i1 is equal to h21 by h11 v1 plus ഡെൽറ്റ h by h11 into v2. കമ്പയർ ചെയ്യുന്നു. ജനറൽ എക്സ്പ്രഷനായിട്ട് i2 is equal to നമുക്കറിയാം y21 v1 plus y22 v2 ആണ്. കമ്പയർ ചെയ്യുമ്പോൾ we will get y21 is equal to h21 by h11 and y22 is equal to delta h by h11. അപ്പോൾ എല്ലാ ടൈംസും നമുക്കിവിടെ എടുത്തൊന്നും കൂടി എഴുതാം. y12 equal to h21 by h11, y22 is equal to delta h by h1. Now for parameters, y parameters in terms of h കിട്ടി. ഇനി നേരത്തെ നമ്മൾ z എഴുതിയ മാതിരി തന്നെ ഇവരെല്ലാവരെയും ക്ലബ് ചെയ്തൊന്ന് എഴുതണം. ആദ്യം നമുക്ക് y11, y12, y21, y22 in terms of z parameter. Z parameters y11 is equal to z22 by delta z, y12 is equal to minus z12 by delta z. Similarly y21 is equal to minus z21 by delta z. ഇനി നമുക്ക് y22 is equal to z11 by delta z. ഇത്രയാണ് y പാരാമീറ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് z പാരാമീറ്റർ നമ്മൾ എഴുതിയത്. then y പാരാമീറ്റർ ഇൻ ടേംസ് ഓഫ്
എ ബി സി ഡി എഴുതാം നമുക്ക്. എ ബി സി ഡി വൈ പാരാമീറ്റർ ഇൻ ടേംസ് ഓഫ് എ ബി സി ഡി. y11 is equal to d by b. y12 is equal to determinant of ABCD parameters divided by b. Similarly, y21 is equal to minus 1 by b and y22 is equal to a by b. ഇതാണ് a in terms of ABCD parameters. And last and final one, y parameters in terms of hybrid parameters. y11, y12, y21, y11, y12, y21 and y22 in terms of hybrid parameters. അപ്പോൾ നമുക്ക് y11 ജസ്റ്റ് കമ്പയർ ചെയ്തപ്പോൾ തന്നെ നമുക്ക് കിട്ടി 1/h11. y12 is equal to minus h12 by h11 and y21 is equal to h21 divided by h11 and finally y22 is equal to delta h by h11. ഇതും നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക തന്നെ വേണം. ഇതും ബൈ ഹാർട്ട് പഠിച്ച് പ്രോബ്ലംസ് ഡയറക്റ്റ്ലി ചോദിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, സോൾവ് ചെയ്യാൻ ഈ ഡെറിവേഷൻ ചെയ്യാൻ സമയം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ ഇതും ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് നമ്മൾ ABCD പാരാമീറ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് അതർ 3 ആൻഡ് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് അതർ 3 നമ്മൾ ചെയ്യും.